ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം എവിടം വരെയായി എല്ലാവർക്കും? ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തിമിർത്തുകൊണ്ടിരിക്കുകയാണല്ലേ. നാളെ ഉത്രാടപ്പാച്ചിൽ അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? ഉത്രാടപ്പാച്ചിലാണ് നാളെ തൊട്ട്. ഇന്നൊക്കെ ടൗണിലൊക്കെ ചെന്നിട്ട് ഭയങ്കര തിരക്ക് കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ ഇന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പം അതിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു മാറ്റിയതാണ്. വീണ്ടും നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. ഓണമായിട്ടൊരു സെറ്റ് എടുത്ത് നിന്നേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്ന്. അപ്പോൾ അതിൻ്റെ ആങ്കറിങ്ങൊക്കെ ഞാനായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് എന്നെ ഒരു ആങ്കറിങ്ങിനാണ് കഴിഞ്ഞ വർഷവും അങ്ങേ വർഷമൊക്കെ ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊന്നും സെറ്റായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പണ്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ. നമ്മൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഇത്തവണ ഓണമൊന്നും ഇല്ലെന്നേ അല്ലേ. നമുക്കോ ഇത്തവണ എന്തോ ഓണമൊന്നും ഇല്ല, പൈസയൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാലും ഉത്രാടമാകുമ്പോൾ നമ്മൾ തുടങ്ങും, നമ്മുടെ ഹൃദയം ഇടിപ്പ് കൂടും. കാരണം നമുക്കത് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെല്ലാം വല്ലായികയൊക്കെ ആണെങ്കിൽ തന്നെയും ഓണാകുമ്പോൾ നമ്മളിതെല്ലാം മറക്കും അല്ലേ. ഉത്രാടം ഒരു ഉച്ചയോടുകൂടി അങ്ങോട്ട് നമ്മൾ തുടങ്ങും പരിപാടി അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ എന്ത് രസമാണ്, അയൽവക്കക്കാരും ഒക്കെ ആയിട്ടൊക്കെ. ഇപ്പോഴത്തെ ഓണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് പിടിക്കത്തില്ല, ഒരു ഗുണവുമില്ല. ഇപ്പം നമുക്ക് എല്ലാം റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എല്ലാം വറുക്കുന്നതും ചിപ്സും ശർക്കര വരട്ടിയും എല്ലാം റെഡിമെയ്ഡ്, പായസം മിക്സ് റെഡിമെയ്ഡ്, ഇനി സദ്യ തന്നെ റെഡിയായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. നമ്മുടെ കാലത്ത് നമ്മളൊക്കെ ചേർന്നപ്പോഴത്തേക്ക് ഒരു ഓണക്കാലം എന്ന് പറയുന്നത് വീട്ടിൽ ഒരു ചെറിയൊരു കല്യാണം പോലെയാണ്. കാരണം എല്ലാവരും ഒക്കെ ഉണ്ടാകുമല്ലോ. എന്നിട്ട് അല്ലേ, പച്ചക്കായ പുളിച്ച ഉരുണ്ട് തരിയുന്നു, കപ്പ, ചേമ്പ്, ചേന, കടല ഇതെല്ലാം വറുത്തിങ്ങനെ കോരും. 2-3 പേരിങ്ങനെ അടുക്കള നിൽക്കുക അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുക്കി കൊടുക്കാനായിട്ട് വേറൊരാൾ. അപ്പോൾ എല്ലാ കുടുംബം ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു പണിയായിരുന്നു അന്ന്. ഇപ്പോൾ പക്ഷേ നിമിഷങ്ങൾ കൊണ്ടാണ്. ഉത്രാടത്തിൻ്റെ ഒന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ രാവിലെ പോവുക, ശർക്കര ഉരുട്ടി, ചിപ്സ് അല്ലേ, എന്ത് സാധനവും നമുക്ക്, പായസം മിക്സ് ഇതെല്ലാം നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. പക്ഷേ ആ പഴയ ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പ് ഇല്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ. പഴയ കാലം എന്ന് ഓർത്ത് നോക്കി, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്ന ഒരു വശത്ത് ഊഞ്ഞാലാട്ടം, കസരകളി, അങ്ങനെ അവരുടെ സന്തോഷങ്ങളും. പിന്നെ അത് ക്ലബ്ബുകളിലേക്ക് മാറി. പണ്ട് നമ്മൾ 5-10 വീടുകൾ ചേർന്നിട്ട് ഒരു വീട്ടിലായിരുന്നു കളികൾ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ക്ലബ്ബ് വരുന്നത്. ക്ലബ്ബുകളിലേക്ക് ഈ പരിപാടിയെല്ലാം മാറിയപ്പോഴത്തേക്ക് അല്ലേ, വട്ടക്കളി, വട്ടക്കളിയുണ്ട്, തുമ്പിതുള്ളലുണ്ട്, പിന്നെന്താ വാറുകളി, വാറുകളി, കബഡി കളി, വടംവലി, വാഴയിൽ കയറ്റം, അങ്ങനെ ഒത്തിരി കളികളുണ്ടായിരുന്നു അതൊക്കെ അന്നൊക്കെ. പക്ഷേ ഇപ്പോഴൊക്കെ ആ ക്ലബ്ബും ഇപ്പോൾ പോയി തുടങ്ങി അല്ലേ. ക്ലബിലും പരിപാടികളൊക്കെ ഇപ്പോൾ കുറവാണ്. പിന്നെ അത് ടി വിയിലേക്കായി. ഇപ്പം ടി വിയിലും വലിയ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും അവരവരുടെ ഫോണിലാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. ശരിക്കും അത് ഒത്തിരി പരിതാപകരം കേട്ടോ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആഘോഷങ്ങളൊക്കെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ? ഓണം ആഘോഷിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവർ പൊളിയാണ്. അവർ എങ്ങനെയാണെങ്കിലും നമ്മൾ ആഘോഷിച്ചിരിക്കണം അല്ലേ. പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടികൾക്കും അമ്മമാർക്കും അച്ഛനും എല്ലാവർക്കും ഡ്രസ്സ്. കാര്യം ഓർക്കേണ്ട കാര്യം, എല്ലാ മക്കളും ഓർത്തോണം, അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം മറക്കരുത്. ചിലപ്പോൾ മറന്നു പോകും, അവർക്ക് അറിയത്തില്ല അല്ലേ. ചിലർക്ക് കുട്ടികൾക്ക് അറിയില്ല അവരുടെ മാതാപിതാക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ച് പുതിയ കോടി വാങ്ങിച്ചു കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പൂപ്പന് അമ്മൂമ്മയ്ക്ക് ഇതൊക്കെ നമ്മൾ വർഷത്തിലൊന്ന് ചെയ്യുന്നതാണെങ്കിൽ അതെങ്കിലും മിനിമം ചെയ്തിരിക്കണം കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് സമയവും കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും ഓണത്തിനൊരു പുതിയ ഡ്രസ്സ്, ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതറിയാൻ വയ്യാത്തവർ അതറിഞ്ഞ് അച്ഛനും അമ്മയെ കാണാൻ പോവുക, അവർക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുക, വരുമാനമില്ലാത്തവർക്ക് കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും കിട്ടും, കൊടുക്കുന്ന മക്കൾക്ക് അതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടും. ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തോ അവർക്ക് കിട്ടാൻ ആഗ്രഹിക്കും കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കും, അവർ പറയത്തില്ല, മക്കളെ വേണ്ടടാന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അത് കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും. ഓണക്കോടി എല്ലാവരും വേണ്ടെന്ന് പറയുമെങ്കിലും കിട്ടുന്നൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മടിയും കൂടാതെ അച്ഛനും അമ്മയും നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ അവരെ പോയി കാണുക,
ശരി, മിക്കവാറും അച്ഛനും അമ്മയൊക്കെ കാണാൻ പോകുന്നത് ആൺമക്കളുടെ മാതാപിതാക്കളൊക്കെ കൂടെ കാണും. ശരിക്കും ഭാര്യമാരുടെ അച്ഛനും അമ്മയൊക്കെയാണ് വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നത്. അവർക്കൊരു സമയം ഉണ്ടാക്കി നമുക്കൊരു ചടങ്ങാണോ, ഉച്ച കഴിഞ്ഞ് അല്ലേ, തിരുവോണം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പുറപ്പെടുന്നു, അല്ലെങ്കിൽ അവിട്ട തിന്നുന്ന രാവിലെ പോകുന്നു. ഇതൊക്കെ ഒരു ആഘോഷങ്ങളിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ. അവർക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത്. എങ്കിലും ഇത് ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ട്, ചുരുക്കം ചെല്ലായിരിക്കും അങ്ങനെയുള്ളത് കേട്ടോ. അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും ഇല്ല. അത് വേണം, ചെയ്യണം. അവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അച്ഛനമ്മയെ കൂട്ടി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ബീച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുപോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്തവണ ഓണം ആഘോഷിക്കണം. ഇഞ്ചിക്കറി എന്തൊക്കെയാണ്? കാളൻ, ഓലൻ, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, അച്ചാറ്, നാരങ്ങാച്ചാറ്, ഉപ്പേരി, പഴം, പപ്പടം, പായസം, തോരൻ അല്ലേ. അങ്ങനെ നീണ്ടു പോകും അല്ലേ. എങ്കിലും ഒരു 5 സൈസോ 6 സൈസോ കറി വയ്ക്കാത്ത നമ്മുടെ മലയാളി വീടുകൾ ഉണ്ടാകത്തില്ല, ഉറപ്പായിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ നമ്മളൊന്നും വേണ്ട, ഇത്തോടെ ഒന്നും വേണ്ടതേ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ആ സമയമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു സദ്യവട്ടം ഒരുക്കിയില്ലെങ്കിൽ മലയാളിയാണോടോ അല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് മടിയൊക്കെ എനിക്ക് കയറി വരുന്നുണ്ട്. ഒരു പ്രശ്നമാണ് എനിക്ക്. ഞാൻ ഈ മോട്ടിവേറ്റ് ചെയ്തതിൽ എനിക്ക് സ്വന്തമായിട്ട് കുറേ കുറവുകളുണ്ട്. അതൊക്കെ മാറ്റണം. മടി ഇപ്പം ശരിക്കും കയറുന്നുണ്ട് എനിക്ക്. ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സമയം കിട്ടത്തില്ല. കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്കത്തിച്ച് വരുമ്പോഴത്തേക്ക് 8 മണി. പിന്നെ എന്തോ നമ്മൾ സ്ഥിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലേ നമുക്കൊരു ത്വര വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല കേട്ടോ. പറയാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഞാൻ പറയാൻ മറന്നു പോകും. എല്ലാവരും എന്നോട് പറയും, മാഡം അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞാലേ അവർ ഓർക്കുകയുള്ളൂ എന്നുള്ളത് ചെയ്യുന്നത്, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. അപ്പോൾ ഓണം എല്ലാവരും അടിച്ച് പൊളിക്കുക. ഓക്കേ, താങ്ക് യു.